അങ്ങനെ ആപ്പിളിൻ്റെ കറണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള iOS 17 അടുത്ത ഭീകര അപ്ഡേറ്റ് ആയിട്ടുള്ള 17.5 പുതിയ ബീറ്റ വേർഷൻ ബീറ്റ 3 ഇന്നലെ റിലീസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ 17.5 അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന പുതിയ ബഗ് ഫിക്സസ്, ഫീച്ചേഴ്സ്, അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഇന്ത്യയിൽ ഐഫോൺ ഉപയോഗിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വളരെ റീസെൻ്റ്ലി വന്നിരിക്കുന്ന ഒരു ഐഫോൺ സ്കാം, അതായത് ലോസ്റ്റ് ഐഫോൺ, നഷ്ടപ്പെടുന്ന ഐഫോണുകൾ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്കാം ഇപ്പോൾ ഇന്ത്യയിൽ വൻ രീതിയിൽ കുറേയധികം യൂസേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്കാം എന്താണെന്നും മറ്റ് ചില ബഗ് ഫിക്സുകളുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ, വെൽക്കം ബാക്ക്. ഈ ഒരു അപ്ഡേറ്റിനോടൊപ്പം തന്നെ iPadOS 17.5 ബീറ്റ 3, watchOS 10.5 ബീറ്റ 3, macOS 14.5 ബീറ്റ 3, HomePodഉം tvOS 17.5 ബീറ്റ 3, visionOS 1.2 ബീറ്റ 3, macOS 13.6.7 RC വേർഷനും ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഒരു അപ്ഡേറ്റ് ബീറ്റ 3 റിലീസ് ചെയ്യുന്ന 2-3 ദിവസം മുന്നേ ആയിരുന്നു ബീറ്റ 2 ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെയാണ് ബീറ്റ 3 ആപ്പിൾ റിലീസ് ചെയ്തത്. ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് ഏകദേശം നമ്മുടെ iPhone 14 Proയിൽ 6GB 6.34 GB ആണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വേർഷൻ നമ്പർ സെറ്റിംഗ്സ് ജനറൽസ് എബൌട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു അപ്ഡേറ്റ് 21F5063F എന്നുള്ളതാണ് ഇതിൻ്റെ വേർഷൻ നമ്പർ. ഈ ഒരു അപ്ഡേറ്റിൽ മോഡം ഫേംവെയർ ചേഞ്ചസ് അല്ലെങ്കിൽ അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ആപ്പിൾ ഇതിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്ഡേറ്റിൻ്റെ മറ്റ് ചേഞ്ചസിലേക്കും ഫീച്ചേഴ്സിലേക്കും പോകുന്നതിന് മുന്നേ ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്, ഇപ്പം കറൻ്റ്ലി ഇന്ത്യയിൽ നടക്കുന്ന ഐഫോൺ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്കാമാണ്. അതായത് നിങ്ങൾക്ക് ഐഫോൺ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മിസ്പ്ലേസ് ചെയ്ത് മറ്റാരെങ്കിലും ഇത് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഐഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ ഇതിന് മുന്നേ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് ലോസ്റ്റ് ആകുന്ന അല്ലെങ്കിൽ സ്റ്റോളൻ ചെയ്ത ഐഫോണുകൾ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനുള്ള ഏതാനും ചില സ്റ്റെപ്പുകൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ, ഇതാണ് ആ വീഡിയോ. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ പറഞ്ഞ പോലത്തെ ഒരു കാര്യമായിരുന്നു, നമുക്ക് ആക്ടിവേഷൻ ലോക്കിലേക്ക് അല്ലെങ്കിൽ ഡിവൈസിൻ്റെ ഒരു ലോക്ക്ഡൗൺ മോഡിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഫോൺ കണ്ടെത്തുന്ന ഒരു വ്യക്തിക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയ വ്യക്തിക്ക് ഒരു മെസ്സേജായിട്ട്, ഡിവൈസ് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓൺ ആകുന്നത് ആ സമയത്ത് ഒരു മെസ്സേജായിട്ട് പോപ്പപ്പ് ആയിട്ട് ചെല്ലും. അത് നമുക്ക് നമ്പരും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെ നിങ്ങളൊരു ലോസ്റ്റ് മോഡിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ നമ്പർ ഈ ഒരു സ്കാമേഴ്സിൻ്റെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞാൽ, ഈ സ്കാമേഴ്സ് അവരൊരു ആപ്പിൾ സപ്പോർട്ട് എന്ന രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഇതുപോലുള്ള മെസ്സേജുകൾ വരുന്നതായിരിക്കും. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ കാണിക്കാം. ഇതിൽ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ നഷ്ടപ്പെട്ട ഏത് ഫോണാണോ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. കണക്ട് ടു ഇൻ്റർനെറ്റ് നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഈ ഒരു മെസ്സേജ് വരുന്നത്. അത് വരുന്ന നമ്പറൊക്കെ കാണാൻ സാധിക്കും അവിടെ. അതോടൊപ്പം താഴെ ആപ്പിൾ സപ്പോർട്ട് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റീഡയറക്റ്റ് ചെയ്യുന്നത്, ഈ ഒരു നമ്പർ റീഡയറക്റ്റ് ചെയ്യുന്നത് ഈ ഒരു സൈറ്റിലേക്കായിരിക്കും. ഇത് കണ്ടാൽ നമ്മളുടെ ഒറിജിനൽ ആപ്പിളിൻ്റെ ഫൈൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഐക്ലൗഡിൻ്റെ ആ ഒരു സൈറ്റ് ആയിരിക്കും എന്നായിരിക്കും നമ്മൾ കരുതുന്നത്. എന്നാൽ അതിൽ നമ്മൾ സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡിവൈസിൻ്റെ ലോസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫോണിൻ്റെ പാസ്കോഡ് എൻട്രി ചെയ്യാൻ ചോദിക്കും. കാരണം ലൊക്കേഷൻ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പം നമുക്ക് ആപ്പിൾ ID സൈൻ ഇൻ ചെയ്യാനുള്ള മറ്റൊരു പേജും കൂടെ വരും. ഇങ്ങനെയൊക്കെ നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ, സൈൻ ഇൻ ചെയ്യുന്ന ആ മൊമെൻറ്റിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്കോഡും ഒക്കെ എൻട്രി ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ തന്നെ ഈ ഒരു സ്കാമേഴ്സിൻ്റെ കയ്യിലേക്ക് നമ്മളുടെ ഫോണിൻ്റെ, അവരുടെ കൈവശമുള്ള നമ്മളുടെ ഫോണിൻ്റെ പാസ്കോഡും ആപ്പിൾ IDയുടെ പാസ്വേഡും എല്ലാം അവർക്ക് ലഭിക്കുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കാം. ആ വെബ്സൈറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾ ആ ഒരു URL ചെക്ക് ചെയ്താൽ മനസ്സിലാവും. find-my-location.co എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഒറിജിനൽ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊന്നും കാണത്തില്ല. നമ്മുടെ URL കൊടുത്തിരിക്കുന്ന ഡൊമൈൻ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. ആപ്പിളിൻ്റെ ഒറിജിനൽ സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഫേക്ക് സൈറ്റാണ്. സോ ഇതുപോലുള്ള ഫേക്ക് സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് മോക്ക് ചെയ്തുകൊണ്ടായിരിക്കും ഈ സ്കാമേഴ്സ് നമ്മളുടെ ഡിവൈസിൻ്റെ പാസ്കോഡും ആപ്പിൾ IDയും ഒക്കെ അവർ റിട്രീവ് ചെയ്തെടുക്കാൻ പോകുന്നത്. സോ ഇങ്ങനെയുള്ള മെസ്സേജുകൾ, നിങ്ങൾക്ക് ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മെസ്സേജുകൾ നിങ്ങൾ ഒഴിവാക്കുക. ആപ്പിൾ ഒരിക്കലും ഇതുപോലുള്ള മെസ്സേജുകൾ നമ്മൾ ഫൗണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഒരു മെസ്സേജും അയക്കത്തില്ല. നമുക്ക് നഷ്ടപ്പെട്ട ഐഫോൺ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന എല്ലാ ഈച്ച് ആൻഡ് എവറി മെത്തേഡും അല്ലെങ്കിൽ ഓപ്ഷൻസും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ നമുക്കൊരു പരിധിവരെ ഡിവൈസ് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇതുപോലുള്ള സ്കാമുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് മാക്സിമം ഐഫോൺ യൂസേഴ്സിലേക്ക് ഷെയർ ചെയ്യുക. ഇനി 17.5 അപ്ഡേറ്റിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ടിരുന്നു 17.3 അപ്ഡേറ്റ് മുതൽ യൂറോപ്യൻ യൂണിയനിലെ സകല
യൂസേഴ്സിനും നമുക്ക് തേർഡ് പാർട്ടി ആപ്പ് സ്റ്റോറുകളും അതിൽ നിന്ന് ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സൗകര്യം ആപ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 17.5 എത്തിയപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഈ ഒരു ഡെൽറ്റ എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ പറ്റി. അതൊരു ഗെയിം എമുലേറ്ററാണ്. റെട്രോ ഗെയിംസ് ഒക്കെ നമുക്ക് എമുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എമുലേറ്റർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് നമുക്കിപ്പം കോമൺലി വേൾഡ് വൈഡ് ആപ്പ് സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നേരത്തെ ഇതൊക്കെ നമ്മൾ ജെയിൽ ബ്രേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് സൈഡ് ലോഡൊക്കെ ചെയ്തിട്ടായിരുന്നു ഇതുപോലുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ ഐഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരുന്നത് എങ്കിൽ ഇപ്പം ഡയറക്റ്റ് നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് തന്നെ ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം ആപ്പിൾ പതുക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ മാത്രമല്ല ഇനി വരും മാസങ്ങളിൽ നമുക്ക് iOS 18 റിലീസ് ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ ആ ഒരു ടൈമോടെയോ നമുക്ക് ആപ്പിൾ മിക്കവാറും ഒന്നെങ്കിൽ ഫോഴ്സ്ഫുള്ളി അല്ലാന്നുണ്ടെങ്കിൽ സ്വയമേ വേൾഡ് വൈഡ് ഈ ഒരു ഓപ്ഷൻ, അതായത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്പ് സ്റ്റോറുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഓപ്ഷൻസ് ഓപ്പൺ ആക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ യൂറോപ്പിലുള്ള യൂസേഴ്സിന് നിലവിൽ ആൾസ്റ്റാർ ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതിനെപ്പറ്റി ഒരു 2-3 വർഷം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആപ്ലിക്കേഷൻസ് സൈഡ് ലോഡ് ചെയ്യാനുള്ള ഒരു തേർഡ് പാർട്ടി സ്റ്റോർ ആയിരുന്നു ഇത്. നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചും ഒക്കെ ആയിരുന്നു നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലുള്ള യൂസേഴ്സിന് ഈ ഒരു ആപ്പ് സ്റ്റോർ, അതായത് ആൾട്ട് സ്റ്റോർ എന്ന് പറയുന്നൊരു തേർഡ് പാർട്ടി ആപ്പ് സ്റ്റോർ ഇൻസ്റ്റാൾ ചെയ്യാനും അതിലൂടെ പല ആപ്ലിക്കേഷൻസ് ഇനി മുതൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സൗകര്യം ഇപ്പം ഈ ആൾട്ട് സ്റ്റോർ ഡെവലപ്പേഴ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സൈഡ് ലോഡിംഗ് ഫീച്ചേഴ്സ് ഒക്കെ വേൾഡ് വൈഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് നിലവിൽ ഐഫോൺ യൂസേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. സോ കോൾ റെക്കോർഡിങ്ങിനൊക്കെ ധാരാളം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നമുക്ക് ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ അല്ല. ആപ്പ് സ്റ്റോറിലുണ്ട്. ഇപ്പം ഇവിടെ നമ്മൾ കോൾ റെക്കോർഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുവാണെങ്കിൽ ധാരാളം ആപ്ലിക്കേഷൻസ് കൊടുത്തേക്കുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ അവരുടെ സെർവറിലായിരിക്കും നമ്മുടെ ഈ ഒരു റെക്കോർഡ്സ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് ഫയൽ അല്ലെങ്കിൽ ഓഡിയോ ഫയലൊക്കെ സേവ് ചെയ്യുന്നത്. അത് പിന്നീട് നമ്മുടെ ഡിവൈസിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. എന്നാൽ ഇങ്ങനെയുള്ള സെർവറിലേക്ക് സേവ് ചെയ്യാതെ തന്നെ ഓൺ ഡിവൈസ് നമുക്ക് ഈ കോൾ റെക്കോർഡിംഗ് ഒക്കെ സേവ് ചെയ്യാനുള്ള പല ആപ്ലിക്കേഷൻസും ജെയിൽ ബ്രേക്ക് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട് അല്ലെങ്കിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിനുള്ള പ്രോബ്ലം ജെയിൽ ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ ജെയിൽ ബ്രേക്ക് ചെയ്യാതെ തന്നെ ഭാവിയിൽ നമുക്ക് ഈ ഒരു സൈഡ് ലോഡിംഗ് ഒക്കെ നമ്മുടെ വേൾഡ് വൈഡ് ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള പോസിബിലിറ്റീസ് അല്ലെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് തുറന്ന് കിട്ടുന്നതായിരിക്കും. സോ കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഭാവിയിൽ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും എന്നാണ് ഇപ്പോൾ നിലവിൽ ആപ്പിൾ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ആ ബിഹേവിയറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാലാമത്തെ കാര്യം ആപ്പിൾ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾ ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രൈബർ ആണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രീവിയസ് അപ്ഡേറ്റ്സിൽ നമുക്ക് ആപ്പിൾ മ്യൂസിക്കിൽ നിന്ന് ഒരു സോങ് പോലും മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് മൊബൈൽ ഡാറ്റ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങൾ എന്തൊക്കെ ഓപ്ഷൻസ് സെറ്റിങ്സും ഒക്കെ ഫോൺ ഈവൻ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയതെന്ന് പറഞ്ഞാൽ പോലും അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. ഈ ഒരു അപ്ഡേറ്റിലേക്ക് വന്നപ്പം ആ ഒരു പ്രോബ്ലം ആപ്പിൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ നമുക്ക് മൊബൈൽ ഡാറ്റ ആയാലും ആപ്പിൾ മ്യൂസിക് ഹൈ ക്വാളിറ്റിയിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഡെവലപ്പർ ഡോക്യുമെൻറ്റ്സിൽ മെൻഷൻ ചെയ്യുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ആക്സസിബിലിറ്റി ഇഷ്യൂ. അതായത് MFI സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡിവൈസുകൾ നമ്മളുടെ ഐഫോൺ, എസ്പെഷ്യലി ഐഫോൺ 15 ഐപാഡിലും ഒക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം USB Type-C ആണ്. അതിലേക്ക് നമുക്ക് USB Type-C MFI സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡിവൈസുകൾ അല്ലെങ്കിൽ അഡാപ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് അത് റെക്കഗ്നൈസ് ആകാതിരിക്കുന്നു അല്ലെങ്കിൽ വർക്ക് ആകാതിരിക്കുന്നു ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് കുറേ യൂസേഴ്സ് റിപ്പോർട്ട് ചെയ്ത ഒരു പ്രോബ്ലമാണ്. അവർക്ക് പെൻ ഡ്രൈവോ അല്ലെങ്കിൽ ഹാർഡ് ഡ്രൈവോ അല്ലെങ്കിൽ SSD ഒക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും റെക്കഗ്നൈസ് ചെയ്യുന്നില്ലായിരുന്നു. ആ ഒരു പ്രോബ്ലം ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നീട് ധാരാളം യൂസേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്ത മറ്റൊരു പ്രോബ്ലമാണ് ഫയൽസ് ആപ്പിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആ എഡിറ്റിങ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ ആപ്പിൾ ഇപ്പം ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എസ്പെഷ്യലി നമ്മൾ ഈ ഒരു മാർക്കപ്പ് ടൂൾ ഓപ്ഷനിലേക്ക് പോയി കഴിയുമ്പം നമുക്ക് മാർക്കപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ മാർക്കപ്പ് ചെയ്ത് നമ്മൾ വെക്കുന്ന ഒരു കാര്യം പിന്നീട് നമുക്കത് സേവ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മളിപ്പം ഡൺ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് ഡിസപ്പിയർ ആവും. നമ്മൾ എന്താണോ എഡിറ്റ് ചെയ്തത് അല്ലെങ്കിൽ മാർക്കപ്പ് ചെയ്തത് അത് ഡിസപ്പിയർ ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ 17.4 അപ്ഡേറ്റിൽ കൊണ്ടുവരുന്ന ഒരു മാറ്റമായിരുന്നു നമുക്ക് ക്ലോക്ക് ആപ്പിൽ സ്റ്റോപ്പ് വാച്ച് ഓപ്ഷനിൽ നമ്മൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ആകുന്ന സമയത്ത് ലൈവ് ആക്ടിവിറ്റി ആയിട്ട് പോകുന്നൊരു ഫീച്ചർ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ബേറ്റയിൽ മാത്രമായിരുന്നു ഒതുങ്ങി നിന്നത്. അതിനുശേഷം നമ്മൾ സ്റ്റോപ്പ് വാച്ച് അല്ലെങ്കിൽ മറ്റ് അപ്ഡേറ്റുകൾ വന്നപ്പം 17.4ഉം 17.4.1ഉം ഈവൻ ഇപ്പം നിലവിൽ നമ്മൾ 17.5 അപ്ഡേറ്റ് ബേറ്റ 3ലും
ആ ഒരു ഫീച്ചർ ഇപ്പം റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. കാരണം 17.4 അപ്ഡേറ്റ് ബെയ്റ്റായിൽ തന്നെ ആപ്പിൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആപ്പിൾ ഇതുവരെ റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തിരികെ കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റോടെ ആപ്പിൾ എയർപ്ലേ ഫീച്ചർ ഹോട്ടൽസിൽ എനേബിൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്ത് തുടങ്ങിയേക്കുന്നത് US അത് പതുക്കെ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്കും മറ്റുള്ള ഹോട്ടൽ ചെയിൻസിലേക്കും. ഇപ്പം നിലവിൽ എനിക്ക് തോന്നുന്നു ഒരൊറ്റ ഹോട്ടൽ ചെയിനിന് മാത്രം അല്ലെങ്കിൽ ബ്രാൻഡിന് മാത്രമാണ് അത് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇനി ഭാവിയിൽ അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ ബാക്കിയുള്ള ചെയിനുകൾക്കും ഹോട്ടൽസിനും ഒക്കെ ഇത് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വരുമ്പം ഈ ഒരു ഫീച്ചർ കൊണ്ടുവരുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പിന്നീട് ഏത് ഹോട്ടലിൽ പോയാലും ഈ ഒരു എയർപ്ലേ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഹോട്ടൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു തേർഡ് പാർട്ടി ഡിവൈസും അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ഡിവൈസുകളൊന്നും തന്നെ ഇല്ലാതെ നമുക്ക് നമ്മളുടെ കണ്ടന്റുകൾ നമ്മളുടെ ഐഫോണിൽ നിന്ന് അല്ലാന്നുണ്ടെങ്കിൽ ഐപാഡിൽ നിന്നും മാക്കിൽ നിന്നും നമുക്ക് ഈ TV-യിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അഡീഷണൽ സബ്സ്ക്രിപ്ഷനോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് യാതൊന്നും നമ്മൾ ചെയ്യാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടെ ഇപ്പം നമ്മൾ എയർപ്ലേ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ ഈ ഹോട്ടൽസിലും ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. എനിവേ, ഇതൊക്കെയാണ് 17.5 പറ്റി, അതിൻ്റെ ബീറ്റ 3 പറ്റി നമുക്ക് നിലവിലുള്ള ഇൻഫർമേഷൻസ്, വന്നേക്കുന്ന പുതിയ ഫീച്ചേഴ്സും ചേഞ്ചസും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ, ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.